ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ പാകിസ്ഥാൻ പൗരൻ പിടിയിലായതായി വിവരം. നിയന്ത്രണ രേഖയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൂടുതൽ അന്വേഷണം നടക്കുന്നതായി സൈന്യം അറിയിച്ചു. ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. രാജ്യത്തെ 224 ജില്ലകളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. കേരളത്തിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നുണ്ട്. അബ്ദുൾ റഷീദ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. റഷീദ്, ഒരു പാകിസ്ഥാൻ പൗരൻ പിടിയിലായി എന്നുള്ള വിവരം വരുന്നു. അതിർത്തി മേഖലകളിൽ സംഘർഷഭരിതമായ സാഹചര്യം തുടരുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരത ശക്തമായിട്ടുള്ള തിരച്ചിലിനിടയിലാണ് ഈ മേഖലയിൽ നിന്നും ഒരു പാക് പൗരനെ പിടികൂടിയ വിവരം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നിന്നാണ് ഇത്തരത്തിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ പൗരനാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യം വിശദീകരിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇയാൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സൈന്യം. പ്രത്യേകിച്ചും ഇയാൾ എന്തിനാണ് ഈ മേഖലകളിലേക്ക് എത്തിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെയും ഈ രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഒരു BSF ജവാനെ അടക്കം, ഒരു റേഞ്ചറെ അടക്കം BSFന്റെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ സുരക്ഷാ കേന്ദ്രങ്ങളൊക്കെ തന്നെയും ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖലകളിൽ നടന്നിട്ടുള്ള തിരച്ചിലിനിടയിലാണ് ഒരു പാക് പൗരനെ കണ്ടെത്തിയ വിവരം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയത്. ഇയാളുമായി കേന്ദ്രീകരിച്ച കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് നടക്കാൻ പോകുന്ന, രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുള്ള മോക്ക് ഡ്രില്ലും നാളെ നടക്കും. സംസ്ഥാനത്ത് കൊച്ചിയിലും അതോടൊപ്പം തിരുവനന്തപുരത്തുമായിരിക്കും മോക്ക് ഡ്രിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും സ്ഥിതിഗതികളൊക്കെ തന്നെയും വിലയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ കൃത്യമായിട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാജ്യത്തെ 244 ജില്ലകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നത്. അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ 258 കേന്ദ്രങ്ങളിലും ഈ മോക്ക് ഡ്രില്ലുകൾ നടക്കും. ഇതിനോടകം തന്നെ ജമ്മു കാശ്മീരിലും ദില്ലിയിലും അടക്കമുള്ള വിവിധ മേഖലകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം വിവിധ ഈ പൊതു മേഖലകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലകൾ അതോടൊപ്പം സുരക്ഷാ പ്രശ്നബാധിത മേഖലകളെ 3 സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് മോക്ക് ഡ്രിൽ പ്രധാനമായും നടക്കുക. പ്രത്യേകിച്ചും മെട്രോ സിറ്റികൾ, അതോടൊപ്പം പ്രതിരോധ മേഖലകൾ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ഈ മേഖലകളിൽ പൊതുജനങ്ങൾക്കും അതോടൊപ്പം ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം NDRFന്റെയും SDRF, ഫയർഫോഴ്സ്, പോലീസ്, അതോടൊപ്പം മറ്റു ബോംബ് സ്ക്വാഡ്, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള വിവിധ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിലായിരിക്കും ഈ രാജ്യവ്യാപകമായി നടത്തുന്ന മോക്ക് ഡ്രില്ലുകൾ നടക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിലും അതോടൊപ്പം തിരുവനന്തപുരത്തുമാണ് കേരളത്തിൽ മോക്ക് ഡ്രില്ലുകൾ നടക്കുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷമി, റഷീദ്, അതിർത്തിയോട് ചേർന്ന സംസ്ഥാനങ്ങളിൽ ഇന്നലെ തന്നെ ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു എന്നുള്ള വിവരം വരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏത് രീതിയിലാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഷമി, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും അതോടൊപ്പം ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളെ കുറിച്ചും ഒരു അവബോധം ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലുകൾ രാജ്യവ്യാപകമായി നടത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിലെയും അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ ഈ ചെറിയ രീതിയിലുള്ള മോക്ക് ഡ്രില്ലുകളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പോലീസിന്റെയും അതോടൊപ്പം സുരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചും അതോടൊപ്പം ദില്ലി തുടങ്ങിയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ വിവിധ മേഖലകളിൽ ഈ ലഡാക്ക് നദിയുമായി ബന്ധപ്പെട്ട മേഖലകളും അതോടൊപ്പം നേരത്തെ ഈ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ള പഹൽഗാമിന്റെ ചില മേഖലകളും കേന്ദ്രീകരിച്ച ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷമി.
റഷീദ്, അതിർത്തിയോട് ചേർന്ന സംസ്ഥാനങ്ങളിൽ ഇന്നലെ തന്നെ ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു എന്നുള്ള വിവരം വരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏത് രീതിയിലാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും അതോടൊപ്പം ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളെ കുറിച്ചും ഒരു അവബോധം ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലുകൾ രാജ്യവ്യാപകമായി നടത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിലെയും അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ ഈ ചെറിയ രീതിയിലുള്ള മോക്ക് ഡ്രില്ലുകളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പോലീസിന്റെയും അതോടൊപ്പം സുരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചും അതോടൊപ്പം ദില്ലി തുടങ്ങിയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ വിവിധ മേഖലകളിൽ ഈ ലഡാക്ക് നദിയുമായി ബന്ധപ്പെട്ട മേഖലകളും അതോടൊപ്പം നേരത്തെ ഈ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ള പഹൽഗാമിന്റെ ചില മേഖലകളും കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും സുരക്ഷാ സേനയുടെയും അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ പഹൽഗാമിൽ അടക്കമുള്ള വിവിധ മേഖലകളിൽ മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുക്കുക, അതോടൊപ്പം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ ഈ സുരക്ഷാ സേന അടക്കമുള്ള ആളുകൾ പരിശീലിപ്പിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ദില്ലിയിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തിയിട്ടുണ്ട്. ഷമി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം തുടരുകയാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും കേരളത്തിൽ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക.